ഹേ ഓൾ, നമ്മുടെ കേരളക്കാർക്ക് പ്രത്യേകിച്ച് മലബാറുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമാണ് ബിരിയാണി. ബിരിയാണിന് പല ടൈപ്പ് ഉണ്ട്. ഹൈദരാബാദി ബിരിയാണി അതന്നെ ഉണ്ട് 2 ടൈപ്പ്. കാച്ചിയുണ്ട്, പക്കിയുണ്ട്, അതുപോലെ തലശ്ശേരി ബിരിയാണി, ആമ്പൂർ ബിരിയാണി, ബഡ്കാളി ബിരിയാണി, കോഴിക്കോട് ബിരിയാണി, അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ബിരിയാണി. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത്രയും നല്ല ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ ദമ്മൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം എങ്ങനെ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ ആദ്യത്തെ പണി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ എല്ലാ പീസസും ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ തൈരും, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മിക്സ് എത്തണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഏകദേശം ഒരു 4-5 മിനിറ്റോളം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മസാല ചിക്കൻ്റെ എല്ലാ സൈഡിലും എത്തി എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായതിന് ശേഷം ഒരു വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നമുക്കിതൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വേണത് വെക്കാൻ, അത് മറക്കരുത്. നമ്മൾ ലോ ഫ്ലെയിമോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമോ വെച്ചാൽ അത് വേവാൻ നല്ല സമയമെടുക്കും. അതുപോലെ തന്നെ അത് നമുക്കൊരു കറക്റ്റ് ക്രിസ്പിനെസ്സിൽ കിട്ടില്ല. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണത് ചെയ്യാൻ. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഈ ഒരു കളർ ആകുമ്പോൾ നമ്മളിതൊന്ന് കോരി മാറ്റിയെടുക്കുക. തലശ്ശേരി ബിരിയാണിയുടെ ഒരു പ്രത്യേകതയാണ് നമ്മളിതിൻ്റെ ഗീ റൈസ് സെപ്പറേറ്റ് ആണ് കുക്ക് ചെയ്തെടുക്കൽ. അപ്പോൾ അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. 5 ഏലക്ക, 5 ഗ്രാമ്പൂ, ഒരു വലിയ പട്ട ചെറുതാക്കി കട്ട് ചെയ്തതും, പിന്നെ അതുപോലെ തന്നെ ബേ ലീഫ് 2 ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഞാനത് വീഡിയോയിൽ പെടുത്താൻ മറന്നുപോയി, ഞാൻ ക്യാമറ ഓഫ് ആയത് കണ്ടിട്ടില്ലേനു. ഇനി അതൊന്ന് ചൂടായതിനു ശേഷം ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായ പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നമ്മൾ ഇതിലുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. മുളകിൻ്റെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി അത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ചേർക്കേണ്ടത്. അപ്പം ഞാൻ ഇവിടെ 3 കപ്പ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. തിളപ്പിച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അരി ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 8 മുതൽ 12 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോഴത്തേന് ഇതിൻ്റെ അരി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് മൂടി വെച്ചിട്ട് അവിടെ മാറ്റി വെക്കാം. നമ്മുടെ ഓരോരുത്തരും എടുക്കുന്ന അരിക്കനുസരിച്ചിട്ട് വേവ് മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായി നമുക്ക് ബിരിയാണിയുടെ മസാല റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഉള്ളി പൊരിച്ചെടുത്ത സൺഫ്ലവർ ഓയിലിൻ്റെ ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് ചൂടായി വന്നതിന് ശേഷം 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളിതിൽ അപ്പോയും ഒക്കെ ആയിട്ട് കുറേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഉപ്പിൻ്റെ അളവ് ഏറാതെ ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതുപോലെ തന്നെ പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ എടുത്ത മുളക് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന മുളകിനനുസരിച്ചിട്ട് നമ്മുടെ മുളകിൻ്റെ അളവ് മാറ്റാം. ഇനി ഒരു 2-3 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 4 to 7 മിനിറ്റോളം നമ്മൾ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അടച്ച് വെച്ചൊരു 5-6 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ ചിക്കൻ ചെറുതായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാകും. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 2 വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 കൈപ്പിടി നിറയെ മല്ലിച്ചപ്പും 1 കൈപ്പിടി നിറയെ പുതിനയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. നമ്മുടെ ആകെ പൊടികളായിട്ട് ഗരം മസാല മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഗരം മസാലയുടെ ഫ്ലേവർ നന്നായിട്ട് ഈ ഒരു ചിക്കനിലൊക്കെ ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇനി അത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച വലിയ ഉള്ളിയിൽ നിന്ന് ഒരു പകുതി വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക.
ഈ സമയത്തൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് 70% വെന്തതിന് ശേഷം നമ്മൾ ഒരു അരമുറി നാരങ്ങയുടെ നീരൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ദം ചെയ്യണ പരിപാടിയാണ്. അപ്പോൾ ദം ചെയ്യാൻ നമ്മൾ ഈ ഒരു പാത്രം തന്നെ യൂസ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗീ റൈസിന്ന് പകുതി നമ്മൾ ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുക്കുക. നമ്മൾ വീണ്ടും ഈ ഒരു ലെയർ റിപ്പീറ്റ് ചെയ്യുക. അതായത് ബാക്കിയുള്ള റൈസ് ഫുള്ള് നമ്മളിതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയന് ബാക്കിയുള്ളത് ഫുള്ളായിട്ടും ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കണം. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അവസാനമായിട്ട് അതിൻ്റെ മേലേക്ക് ഇത്തിരി നെയ്യും പിന്നെ 1 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ആവി പോകാത്ത വിധം അടച്ച് വെച്ച് ഒരു 10 to 15 മിനിറ്റോളം ഇത് ദം ചെയ്ത് വെക്കുക. അതായത് നമ്മളിത് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, അത് മറക്കരുത്. 15 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്നപ്പോൾ എൻ്റെ സാറേ ചുറ്റുള്ളതും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി നല്ല സ്മെല്ലിന് ഇത് തുറന്നപ്പോൾ നമുക്ക് ആ ഒരു തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഫ്ലേവർ നമുക്ക് ആ മൂക്കിലേക്ക് അടിച്ച് കയറും. അമ്മാതിരി സ്മെല്ലിനും. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ചോറൊന്നും വെന്തുടഞ്ഞിട്ടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു ഏകദേശം ഒരു 70-80% നമ്മൾ അരി ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഞാനിതിലേക്ക് ഒരു 4-5 പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലെ ആളിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് മുട്ടയുടെ അളവ് മാറ്റാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് കൂടി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മൾ കുറച്ച് ചോറും അതുപോലെ തന്നെ ഇതിൽ നിന്ന് കുറച്ച് ചിക്കനും 1 മുട്ടയും ഇത്തിരി തൈരും 1 പപ്പടും ഉണ്ടെങ്കിൽ ഇതൊന്ന് കൂട്ടി കഴിക്കാൻ എൻ്റെ സാറേ അത്രയും നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വേണമെങ്കിൽ ഈ ഒരു പെരുന്നാക്കോ അല്ലെങ്കിൽ ഇനി ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ സൺഡേ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ റെസിപ്പീസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ബൈ.